ഹലോ നമസ്കാരം. അപ്പൊ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലെ അധികം ആളുകളും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാലേ പോകാനുള്ള സമയം കിട്ടാറുണ്ടാവില്ല അധികം ആളുകൾക്കും. ഈ ഓഫീസ് ജോലിന്റെ ഇടയിലും വീട്ടു ജോലിന്റെ ഇടയിലും ഇനി പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവല്ലേ. ഇനി ഇതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാലോ എവിടെ പോകുന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും അധികം ആളുകളും. അപ്പൊ അങ്ങനെയുള്ളതിനൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ. അപ്പൊ ഇത് വയനാട്ടിലെ ഒരു റിസോർട്ടാണേ. ശരിക്കും പറഞ്ഞാൽ വയനാട് പോയിട്ട് റിസോർട്ട് തപ്പുന്നതും നാട്ടിലെ എഞ്ചിനീയർമാരെ തപ്പുന്നതും ഒരുപോലെയാ. കാരണം എവിടെ തിരിഞ്ഞാലും അവര് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി നിങ്ങൾ ഹോംലി അറ്റ്മോസ്ഫിയറും എന്താ പറയുക ഈ കാടിന്റെ ഒക്കെ ഇടയിൽ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് പോവാൻ പറ്റിയ ഒരു ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു സ്ഥലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. ഇനി അതുമല്ല പണ്ടത്തെ തറവാടിന്റെ ആ ഒരു വൈബും എന്താ പറയുക നൊസ്റ്റാൾജി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അവർക്കുണ്ടൊരു ഓപ്ഷൻ. അവർക്ക് നാലുകെട്ടൊക്കെ അടങ്ങിയ ഒരു അടിപൊളി കോട്ടേജ് തന്നെ ഉണ്ടാവും താമസിക്കാനായിട്ട്. അപ്പൊ പിള്ളേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതെന്താ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ലേ? ഉണ്ടല്ലോ. ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസും പൂളും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ പോയ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയുള്ള സമയത്ത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിരിക്കും. ആ ഒരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് മാത്രമല്ല അട്ടയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്.